അമ്മാ, ഞാൻ അമ്മയുടെ ഫോൺ എടുക്കുന്നുണ്ടേ. പേപ്പറോടെ ശിവ, ശിവ, ബാക്കി പേപ്പറോടെ ഇതിനകത്ത് ഫയലിനകത്ത് ബാക്കി പേപ്പർ അവിടെ നിന്ന്. എനിക്ക് എന്താണ് നിന്റെ പേപ്പർ? എനിക്ക് അറിയാൻ പാടില്ല. അമ്മ അമ്മ ലച്ചേ പേപ്പർ കാണാനില്ലെന്ന്. അച്ഛാ നോക്കച്ചാ. അയ്യോ ചെറുക്കന്റെ പേപ്പർ എവിടെ? അയ്യോ ഞാൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പേപ്പർ എവിടാന്ന് പറ. നീ എന്തിനാ എന്നെ നോക്കണം? ഞാൻ അത് വിഴുങ്ങിയടാ. കുറെ നേരമായി തുടങ്ങി. അച്ഛ കണ്ടോ അച്ഛാ? ഇത് തന്നെ മക്കളെ ഞാൻ അനുഭവിക്കണത്. എന്റെ എത്ര പേപ്പർ അച്ഛൻ 4, 3, 7 എഴുതിയ പേപ്പർ ഒന്നും അല്ലത്. ഇത് പിള്ളേരുടെ ഭാവിയാണ്, അവരുടെ പഠനമാണ്, അവരുടെ ജീവിതമാണ്. സത്യം പറ, ആരെങ്കിലും എടുത്തെങ്കിൽ പറ. ഇതാണാ ഏത്? അത് പിടിച്ചാ ഇത് തന്നെ. എവിടെ കിട്ടി? ഇതാരെ കീറിയത് ഇങ്ങനെ? കീറി കളിക്കാൻ പറ്റിയ സാധനമാണോ ഇത്? നീ എന്തിനാ കൊച്ചിനടുത്ത് കീറിയുണ്ട്. കൊച്ചിനടുത്ത് കയറി പറഞ്ഞത് കാള പോലെ പറഞ്ഞു. നീ കൊച്ചിനെ ചെറിയ കൊച്ചിനെ തല്ല പോണത്. എന്താണ് നിനക്ക്? പിന്നെ നിങ്ങളെല്ലാം കൂടി രഹസ്യം നോക്കിക്കൊണ്ടിരിക്കാനല്ലോ ചെറിയ കൊച്ചിനായിട്ട് ഉപദ്രവിച്ചോണ്ടിരുന്നപ്പോ. കാള പോലെ വളർന്നു എന്താ കൊച്ചുകുട്ടീനെ ഞാൻ കഷ്ടപ്പെട്ട് പേപ്പർ ഇങ്ങനെ കട്ടി ഇങ്ങനെ ആയി കഴിഞ്ഞാ വട്ടാണോ നിനക്ക്? പഠിപ്പിച്ച് പറഞ്ഞേക്ക്. അവക്ക് കുറച്ച് കൂടുതലാ. ഇടയ്ക്ക് ഒരെണ്ണം കിട്ടണ നല്ലതാണ്. കുറച്ച് കൂടുതലാണ്. നശിപ്പിച്ചോളേ. ഞാൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത പേപ്പറല്ലേ ഇങ്ങനെ കീറി? എനിക്ക് പിന്നെ ദേഷ്യം വരൂലേ? അതായത് റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടി റെഡിയാക്കിയ പേപ്പർ ഒന്നും അല്ലല്ലോ. കാല് മടക്കി ഒരെണ്ണം തന്നോണ്ടല്ലോ. അവിടെ ശ്രദ്ധിച്ചാണ്ട് അവിടെ മണ്ടക്ക് പഠിപ്പിക്കാൻ പോണ്ടല്ലേ? രാവിലെ തുടങ്ങിയതാണോ അവൻ? നീ എന്തുവാടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി മുണ്ടെടുത്തോണ്ട് വാടി പോ. ഇവിടെ സമയം പോണം, നിനക്ക് പോകണ്ടേ? പോണം. ചുരുട്ടിക്കൊണ്ട് തന്നേക്കുന്നേ. ഞാനിത് കഷ്ടപ്പെട്ട് അവിടെ തേച്ച് വെച്ചിരുന്നില്ല. ചുരുട്ടിക്കൊണ്ട് കൊണ്ടുതരാൻ അഞ്ചാടി കൊണ്ടുവന്നേ. പറഞ്ഞേക്ക്. ഉച്ചക്ക് 2 മണിക്ക് വരുമോ? വരികയാണെങ്കിൽ 2 മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വറുത്ത് തരാം, ചൂടോടെ കഴിക്കാം. ഇത്രയും കാണിച്ചിട്ട് അവര് 2 മീൻ കഷ്ണം, ഞങ്ങൾക്ക് മീൻ കഷ്ണം. നിനക്കണോ? നീയല്ലേ വഴക്കുണ്ടാക്കാൻ പോയത്? അമ്മ എന്റെ മുണ്ട് വലിച്ചെറിച്ചിട്ട് അത് വീട് എവിടെ മീൻ കഷ്ണം? ഞങ്ങൾക്ക് മീൻ പിടിച്ചു അറിയിച്ചു കഴിച്ചാൽ മതി. ചാറ് മുക്കി നക്കിയാൽ മതി കേട്ടാ. ചാറ് മുക്കി നക്കിയാൽ മതി. അവന് കഷ്ടപ്പെട്ട് അവിടെ പോയി തൊണ്ട തുറന്ന് പഠിപ്പിക്കണവനാണ്. അവന് മീൻ കഷ്ടം കൊടു. അല്ല അവനാ കാശ് മക്കളെ നിനക്ക് ഈത്തം കൂടെ വഴക്കൂടാതെ ആണല്ലേടാ? നിനക്കൊരു വിലയുണ്ടടാ. നീ 10 വർഷത്തിനെ സാറേന്ന് വിളിക്കണാണ്. നീ ഇപ്പൊ റേഞ്ച് വേറെയാണ്. അതെ എനക്ക് എന്റെ പൊന്നു മക്കള് പോ. ഞാൻ പോണച്ചാ. പോകള് ചെറുക്കന്റെ പേപ്പർ ഫയല് ഫയല് നീ മുഖത്തിരിക്കുന്നത് കണ്ണാടി ഇതെവിടുന്ന് കിട്ടി? മരുന്ന് വയ്ക്കുന്ന മേടിച്ച്. കണ്ണിലെന്താ വില? കുഷ്ടമുണ്ടാ? കണ്ണിന് കുഴപ്പമില്ല. അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണം പോലില്ല. അച്ഛാ മക്കളെ അമ്മ ഫയല് പോട്ടാ. പഠിപ്പിക്കാൻ കൂടെ ചെറുക്കൻ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച് വിടണതിന്റെ കാര്യം എന്തോന്ന്? ആ കണ്ണട എന്തിന്? എന്നാരും വെക്കാറില്ല. എന്തൊരു ഷോ അത്? അവൻ ഇപ്പൊ 10 വരെ പഠിപ്പിക്കുന്ന അധ്യാപനാണ്. അവനറിയാം എന്ത് ചെയ്യണോ, എന്ത് വേഷം കിട്ടണോ അവന് നന്നായിട്ട് അറിയാം. അത് തന്നെ. വേഷം കണ്ടുവരുന്ന മോനല്ലേ, ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അറിയാൻ പറ്റും. ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അല്ലേ? നീലു എന്റെ ഉദ്ദേശിച്ചില്ല. അല്ലടി അല്ലെ കുട്ടപ്പള്ളി എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞടി. എടി നോക്കിയോ എന്തെങ്കിലും കാര്യം തീരും. നോക്കിയോ അസൂയ പിടിച്ചോ കൂട്ടങ്ങള്. പഠിക്കാൻ നോക്ക്. ഓടിപ്പോയത് പഠിക്കും. എന്തു പറ്റി? കേശയുടെ നുള്ളിൽ വേദനിച്ചാ? പിന്നെ വേദനിക്കാതെ സാരമില്ല, പോട്ടെ. ആനയ്ക്കും കിട്ടി നന്നായിട്ട്. വന്നേ അവനിതിപ്പോ നമ്മളോട് ഇറക്കി തുടങ്ങി. ആടാ നാളെ നേരത്തെ ഇറങ്ങാം. ആ നിന്റെ സെയിം റൂട്ട് തന്നെയാ. ഒരുമിച്ച് പോലാ. ശരി ശരി ഓക്കെ. ഞാൻ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം. ആ എന്താണ് പാറൂസേ? അവള് കേശു നുള്ളിനെ പറ്റി പറയുമായിരുന്നു. ഞാൻ അവന് നല്ലത് കൊടുത്തേനെ. പക്ഷെ അവൻ എന്നെ പിടിച്ച് തള്ളി. എന്നെ അത് ഞാൻ മറക്കില്ല. എന്തായാലും ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിച്ചത് എനിക്ക് കിട്ടിയതാ. നീ തിരിച്ചു കൊടുത്തല്ല? ഒരെണ്ണോ? അതുകൊണ്ട് എന്താ പറയണ്? ഈ കരുതീരുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. അച്ഛനമ്മയോടെ അവിടെ പൊക്കി വെച്ചേക്കുമല്ലേ മാനത്ത്. ഉച്ചക്ക് മീൻ, വറുത്ത മീൻ. എന്തിനു വറുത്ത മീൻ? നീ അനുഭവിച്ചോ?
നീ പണ്ട് പിന്നെ നിഴലായിട്ട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പണി തന്നല്ലേ? ഇങ്ങനെ തന്നെ വേണം, മനസ്സിലാ? എന്തായാലും അവനിട്ട് ഞാൻ കൊടുക്കണ ഞാൻ അവനെ എങ്ങോട്ടും വിടൂല. ചെന്ന് കൊടുക്ക് ഒറ്റയ്ക്ക്, നന്നായിട്ട് തിരിച്ചു തരും. ഒറ്റയ്ക്കൊന്നും ഒരു കാര്യമൊന്നുമില്ല, നിന്നെ പിടിച്ച് പൂട്ടിയിടവൻ. അതിപ്പോ ഞാനല്ല, മോനത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെല്ലാരും ഒത്തു നിന്നിരുന്ന വല്ലതും നടക്കും. ഞാൻ നിൽക്കാൻ റെഡിയാണ്. ഞാൻ നിൽക്കാൻ റെഡിയാ, പക്ഷേ നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നാളെ വന്നിട്ട് നിന്നെ പാല് തേനെ ചക്കര എന്ന് പറഞ്ഞ് നീ അവൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങള് ചമ്മിയില്ലേ? ചേട്ടാ അതൊന്നും ഇനി നടക്കൂല, ശിവയൊക്കെ പോയി. ചേട്ടാ ഞാൻ വേഗം ചേച്ചി വിളിക്ക്, ചേച്ചി കൂടി നിന്നാലേ ഒക്കെ സെറ്റാവും. ഉറപ്പ്? ഉറപ്പ് വിളിക്ക്. ഉറപ്പാണ്? വിളിക്കുന്നുണ്ടോ അങ്ങോട്ട്? അരമണിക്കൂറായി ഉറപ്പാണെന്ന് പറഞ്ഞു. ലച്ചു, നീ എവിടെയുള്ള? കിച്ചണിലാ? ഞങ്ങൾ പുറത്തുണ്ട്, നീ കൂടാ. നീ വാ, അർജന്റ്, നീ വാ, ഒരു കാര്യം പറയാനാ. ആരും അറിയരുത് കേട്ടാ. ഇപ്പൊ തന്നെ, ഇപ്പൊ ഇന്ന് വേഗം വരുവോ? ഉണ്ടായിക്കില്ല. ശരി, അതിലെ വിളിച്ചോണ്ടിരിക്കണേ. ചേട്ടാ നമ്മളിപ്പൊ സമയം നോക്കി എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അവനൊന്ന് പിടിച്ച് കയറിപ്പോ. അവൻ വലിയ സാറ് വന്നേക്കണ്. ഈ പോക്ക് പോയ ചെക്കൻ നമ്മൾ നിലത്തിട്ട് അരയ്ക്കുമല്ലോ. എന്തേ നീ പറ. ചേട്ടൻ പറ. ആരെങ്കിലും പറയോ? എനിക്കാണ് പണിയുണ്ട് അവിടെ. പറയാം. അതേ, യേശുവിനെ ഇങ്ങനെ വെറുതെ വിട്ടു വെച്ചാ മതിയാ എന്ന് ശിവ പറയണായിരുന്നു. ഇങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാണല്ലോ, അത് പറ്റൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അവന്റെ സ്കോർ കേറി നിക്കുക. ശിവാന് പറഞ്ഞ കറക്റ്റാണ്. അവന്റെ സ്കോർ ബോർഡ് തകർത്തില്ലെങ്കിൽ അവൻ നമ്മളെ ചവിട്ടി ഞെരിക്കും. അവൻ നീ തള്ളിയല്ലടാ, അവൻ എന്തെങ്കിലും കൊടുക്കണോടി. അപ്പൊ എന്നെ അടിച്ചതോ? ഇപ്പോഴേക്ക് വെളി വന്നിട്ടില്ല, തിരിച്ചു. അപ്പോഴാണ് ഒതുക്കാൻ, നമുക്ക് നല്ല പണി കൊടുക്കാം. ഇതെങ്ങനെ വിട്ടാ പറ്റുവോ? പറ്റൂല, ഒതുക്കണം. നല്ല പണി കൊടുക്കാം. പക്ഷേ ഇപ്പൊ ട്യൂഷൻ സാറായിട്ടാണല്ലോ വിലസ്. അതുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആ ഏരിയയിൽ പണി കൊടുക്കണം. വലിയ വിദ്യാഭ്യാസ സമ്പന്നം വന്നേക്കണം അവൻ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യ്. ചേച്ചി എന്ത് പറയണ? അങ്ങ് ഒതുക്കി കളയാം. ഒരു പ്ലാൻ പറയടി. ഒന്ന് ആലോചിക്കട്ടെ. അതെ, ഒരു പ്ലാൻ ഉണ്ട്. കുറച്ച് പഴയതാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ല റിസ്ക് ആയിരിക്കും. വിട്, അതൊന്നും ഒരു കുഴപ്പമില്ല. അവന് പണി കൊടുക്കണം. 8ന്റെ പണിയായിരിക്കും. എന്താ അവിടെ ഒരു കോൺഗ്രസ്? ജസ്റ്റ് സംസാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ പച്ചക്കറി നേരം ചോദിച്ചേ. അമ്മ ഒക്കെ ഞാൻ ഇപ്പൊ വരാം. ഞാൻ അപ്പുറത്തേക്ക് പോയ നേരത്തെ നീ അവിടെ നിന്ന് മുങ്ങിയല്ലേ? അമ്മ ഒക്കെ ഞാൻ വരാം. ഇവിടെ ഞാൻ വരാം. ചേച്ചി ഞാൻ പോവാണ്, ഡൗട്ട് അടിക്കില്ലെങ്കിൽ. ഒക്കെ ഞാൻ വരാം.